പുതിയ അഡ്മിഷൻ ആണല്ലേ? ഞാൻ കണ്ടായിരുന്നു മക്കള് കൊണ്ടുവിട്ടിട്ട് പോണത്. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പ്രായമായി കഴിഞ്ഞ മിക്ക പേരൻസിന്റെ വിധി ഇതൊക്കെ തന്നെയാ. ഈ വിധി ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ചോദിച്ചു വാങ്ങിയതോ? മനസ്സിലായില്ല. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഇതിപ്പോ എത്ര നേരം വേണമെന്ന് റെഡിയാവാൻ? കാറുകാരിപ്പോ വരും. നിങ്ങൾ വേഗം ഒന്ന് റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക്. മോളെ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോണില്ല. എനിക്ക് ഈ വീട് വിട്ട് എങ്ങോട്ടും പോവാൻ പറ്റില്ല. അച്ഛൻ ഉറങ്ങണ മണ്ണല്ലേ മോളെ ഇത്. ഇത് ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? ആ, അത് കൊള്ളാം. നിങ്ങളെ സെന്റിമെന്റ്സ് കാണിച്ചൊന്നും എന്നെ വീഴ്ത്താന്ന് കരുതണ്ട. ഞാൻ അതിലൊന്നും വീഴുന്ന ആളെയല്ല. പിന്നെ ഈ ലോകത്ത് നിങ്ങളല്ല ആദ്യമായിട്ട് വൃദ്ധസദനത്തിലോട്ട് പോവാൻ പോണത്. നിങ്ങൾ സെന്റിമെന്റ്സും പറഞ്ഞിരിക്കാതെ വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക്. പിന്നെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വേണോന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ മണ്ണ് കുറച്ച് നിങ്ങൾ എടുത്തോണ്ട് പൊക്കോ. കൊണ്ടുപോയി സൂക്ഷിച്ചോ. ഡെയിലി അത് നോക്കിയിരുന്നോ. അപ്പൊ പ്രശ്നം തീരില്ലേ? ഇങ്ങനൊന്നും പറയല്ലേ മോളെ. ഞാനും നിന്റെ അച്ഛനും ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാ. ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഇറങ്ങി പോവാ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ ഈ വീടും പറമ്പും എന്റെ പേരില്ല. അപ്പൊ ഞാൻ തീരുമാനിക്കും ഈ വീട്ടിൽ ആര് നിക്കണോന്നുള്ളത്. പിന്നെ പവിയേട്ടന് തീരെ ഇഷ്ടമല്ല നിങ്ങൾ ഈ വീട്ടിൽ നിക്കണത്. ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രിപ്പ് പോവാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നും വയ്യായ്മയല്ലേ. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ സമയമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നാലും നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിയാലോ. അവിടെ ഒന്നിനും ഒരു കുറവും വരത്തില്ല. മോളെ, സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞു കൂടുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും എന്ത് സന്തോഷം മോളെ ഉണ്ടാവുക. അവർക്കെന്ത് സന്തോഷം സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിയാനല്ലേ. നിങ്ങൾ ഇത്ര കാലം സന്തോഷിച്ചില്ലേ? ആ സന്തോഷമൊക്കെ മതി. നിങ്ങൾ അതും ഇതും പറഞ്ഞിരിക്കാതെ വേഗം ഇനി ഇറങ്ങിക്കേ. നീയും തയ്ച്ചു വെച്ച മോളെ ഒരു കുപ്പായം. കാലം നിനക്കിതിന് മറുപടി തരും. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. കർമ്മബലം അതനുഭവിക്കാതെ പോകാൻ പറ്റില്ല. അതനുഭവിച്ചേ തീരൂ. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചെയ്തത് ഇന്നെന്റെ മക്കൾ എന്നോട് ചെയ്തു.